ഓതറ കുടുംബാരോഗ്യ കേന്ദ്രം പുതിയ ഒ.പി. ബ്ലോക്ക് നിർമ്മാണോദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ആരോഗ്യ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,43 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഒ.പി. ബ്ലോക്കിന്റെ നിർമ്മാണം. കഴിഞ്ഞ 8.5 വർഷത്തിനിടെ സംസ്ഥാനത്ത് ആരോഗ്യരംഗം ഏറെ മെച്ചപ്പെട്ടെന്നും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഓതറ കുടുംബാരോഗ്യ കേന്ദ്രം പുതിയ ഒ.പി. ബ്ലോക്ക് നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ആരോഗ്യ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,43 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഒ.പി. ബ്ലോക്ക് നിർമ്മാണം. 4,900 ചതുരശ്ര അടി കെട്ടിടം 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ 46 കോടിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. പുതിയ വാർഡിനായി 2 കോടി രൂപ അനുവദിച്ചു. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 30 കോടിയുടെ നിർമ്മാണം നടക്കുന്നു. ഏപ്രിൽ-മെയ് മാസത്തോടെ പൂർത്തിയാകും. പത്തനംതിട്ട മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനവും മികച്ച നിലയിലാണ് പുരോഗമിക്കുന്നത്. ആറന്മുളയിൽ സഹകരണ എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് പുതിയ നഴ്സിംഗ് കോളേജ് അനുവദിച്ചിട്ടുണ്ട്. അടൂർ, റാന്നി താലൂക്ക് ആശുപത്രികളിൽ 15 കോടി രൂപയുടെ വികസനം നടപ്പിലാക്കുകയാണ്. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതിന്റെ പശ്ചാത്തലമാണിത്. ലാബ് പരിശോധന എളുപ്പമാക്കുന്ന നിർണയ പദ്ധതി ഈ വർഷത്തോടെ സംസ്ഥാനമൊട്ടാകെ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇവിടെ പറഞ്ഞതുപോലെ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആഗ്രഹമായിട്ടുള്ള ശൈലജ ടീച്ചർ ആർദ്രത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ മേഖലയിലെ നയമാണ് ആർദ്രം. ആർദ്രം ഒരു മിഷനാണ്. എന്താണ് ആ മിഷന്റെ ലക്ഷ്യം? നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ള അല്ലെങ്കിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക, രോഗി സൗഹൃദമാക്കുക, ജനസൗഹൃദമാക്കുക, അതുവഴി സൗജന്യമായി അല്ലെങ്കിൽ ഏറ്റവും മിതമായ നിരക്കിൽ ഗുണനിലവാരമുള്ള ചികിത്സ നൽകുക. അതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഇരവിപേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ബി. ശശിധരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ. അനന്തകുമാരി, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ എസ്. ശ്രീകുമാർ, ആർദ്രം മിഷൻ ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ അംജിത് രാജീവൻ, ഓതറ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടിറ്റു ജി. സക്കറിയ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവല്ല.